ചെറുപ്പം മുതൽക്കേ ഭഗവത്ഗീത പഠനം ഇല്ലാത്തതിൻ്റെ കുറവ് ഹിന്ദു സമൂഹത്തിന് നല്ലതുപോലെ ഉള്ള ജീവിതത്തെ തടയുന്നില്ലേ? ചെറുപ്പം മുതൽ ഗീത പഠിക്കേണ്ടെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഗീത ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിക്കാം, ചൊല്ലിപ്പഠിക്കാം. കാണാതെ പഠിക്കാൻ ഏറ്റവും കഴിയുക ചെറിയ കുട്ടികളാവുമ്പോഴാണ്. 2 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് ഹൃദിസ്ഥാവും. അല്ല, ഗീതാർത്ഥം കുട്ടികളെ പഠിപ്പിക്കരുത് എന്നാണ് വ്യക്തിപരമായി നമ്മുടെ അഭിപ്രായം. ഇത് നിങ്ങൾ അതേപടി അങ്ങ് സ്വീകരിച്ചോളണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗീതാർത്ഥം കഴിയുന്നതും കുട്ടികളെ പഠിപ്പിക്കരുത്. കാരണം അത് കുട്ടിക്കുള്ളതല്ല, അത് മുതിർന്നവർക്കുള്ളതാണ്. അപ്പം കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ട്? നമ്മൾ ദരിദ്ര. 18 പുരാണങ്ങളുണ്ട്, 2 ഇതിഹാസങ്ങളുണ്ട്, ഹിതോപദേശം കഥകളുണ്ട്, പഞ്ചതന്ത്രം കഥകളുണ്ട്, സിംഹവും കുറുക്കനും അതും ഇതുമൊക്കെ ആകുമ്പോൾ എന്ത് സുഖ. ഇങ്ങനെ ആയിരക്കണക്കിന് 10,000കണക്കിന് കഥകൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥാപ്രപഞ്ചത്തിലൂടെ കുട്ടികളെ നയിക്കുക, അതാണ് വേണ്ടത്. അവർക്ക് ദഹിക്കാത്ത തത്വങ്ങൾ പറഞ്ഞു കൊടുത്താൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. അതുകൊണ്ട് സൂക്ഷ്മതത്വ വിചാരത്തിന് സാമർഥ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗീതാർത്ഥം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. മറ്റു നമുക്കെത്ര ഉണ്ട്? ഭാഗവതം തന്നെ പറഞ്ഞു. 18 പുരാണത്തിൽ ഒരു പുരാണം എടുത്ത് പറഞ്ഞു കൊടുക്കുമോ? എത്ര കാലം പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു ശിവപുരാണം എടുത്ത് പറഞ്ഞു കൊടുക്കുമോ? എത്ര കാലം പറഞ്ഞു കൊടുക്കാനുണ്ട്. മഹാഭാരതാഞ്ച പറയും വേണ്ട, ആയിരക്കണക്കിന് കഥകളാണ്, ഹിതോപദേശ കഥകൾ. പഞ്ചതന്ത്രം എത്ര കാലം പറയാ? എല്ലാത്തിനൊരു ഗീതയാ. നമുക്കെന്താ ഒരു ഗ്രന്ഥമുള്ളോ? ലക്ഷക്കണക്കിനില്ലേ. അതേസമയത്ത് ശ്ലോകം ചൊല്ലി പഠിപ്പിച്ചോളൂ, നല്ലതാണ്. ഗീതാ ശ്ലോകം ചൊല്ലി പഠിപ്പിച്ചാൽ നല്ലതാണ്. അർത്ഥചിന്തനത്തിലേക്ക് കടക്കണ്ടെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ പരിചയപ്പെടുത്താം. തീർത്തും മന്ദന്മാരായി ലോകദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ട ചെറുപ്പക്കാരെ, കുട്ടികളെ ചക്രവർത്തിയാക്കി തീർത്ത ഉപദേശമാണ് പഞ്ചതന്ത്രം. അതൊക്കെയല്ലേ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഏത് മേഖലയിലും നമ്മുടെ മക്കൾ മികച്ചു പോകും. ഏത് മേഖലയിലും ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറഞ്ഞു കൊടുത്താൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എത്ര മഹാത്മാക്കളുടെ ജീവചരിത്രം പറഞ്ഞു കൊടുക്കാം നമുക്ക്, എത്ര ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെ ഉണ്ട്, എത്ര സമ്പന്നരാ നമ്മൾ. പിന്നെ ഇതിനെ ഗീതയിലേക്ക് ഒതുങ്ങണത്.